2026 വേൾഡ് കപ്പിലെ ആദ്യ ക്വാർട്ടർ മത്സരം പൂർത്തിയായിട്ടുണ്ട്. മൊറോക്കോയും ഫ്രാൻസും തമ്മിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളിന് ഫ്രാൻസ് മൊറോക്കോയെ തോൽപ്പിച്ച് സെമിഫൈനൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ശരിക്കും ഇതോടെ ആഫ്രിക്കൻ ശക്തികൾ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി. ശരിക്കും ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് ഫ്രാൻസിന് മേൽക്കൈ ഉണ്ടായിരുന്നെങ്കിലും ചെറിയ രീതിയിലെങ്കിലും മൊറോക്കോ ഫ്രാൻസിന് മേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് നമുക്ക് തോന്നിയിരുന്നു. എങ്കിലും മത്സരത്തിന്റെ തുടക്കത്തിൽ ആദ്യ പകുതിയിൽ ഫ്രാൻസിനെ അവർക്ക് പിടിച്ചു കെട്ടാൻ സാധിച്ചു. പക്ഷേ രണ്ടാം പകുതിയിൽ നിയന്ത്രണം നഷ്ടമായി. രണ്ടാം പകുതിയിലായിരുന്നു മത്സരത്തിൽ 2 ഗോളുകളും വന്നത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കിലിയൻ എംബാപ്പയുടെ കിക്ക് തടഞ്ഞ യാസീൻ ബൂണോ ചെയ്ത ഒരു സേവ് അല്ലാതെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മൊറോക്കോക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാം പകുതിയിൽ എംബാപ്പയുടെ ഗോൾ വരുന്നു. അധികം വൈകാതെ ഡംബലയുടെ ഗോൾ വരുന്നു. ഈ സമയത്തെല്ലാം മൊറോക്കോ അവരുടെ പോരാട്ട വീര്യം പുറത്തെടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് കൂടുതൽ ഗോളൊന്നും സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും 2026 വേൾഡ് കപ്പിലെ ഒരു പ്രധാന ശക്തികളായിട്ടാണ് മൊറോക്കോ വേൾഡ് കപ്പിൽ നിന്ന് മടങ്ങുന്നത്. അതിന്റെ കൂടെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചേർത്ത് വായിക്കാൻ കഴിയും. 2022 വേൾഡ് കപ്പിലും ഇതേ ഫ്രാൻസിന് മുന്നിൽ മുട്ടുമടക്കിയായിരുന്നു മൊറോക്കോ നാട്ടിലേക്ക് മടങ്ങിയത്. ഇത്തവണയും അതേ ഫ്രാൻസിനോട് തോറ്റാണ് അവർ ടൂർണമെന്റിൽ നിന്ന് പുറത്തു വന്നത്. എങ്കിലും കഴിഞ്ഞ 2022 വേൾഡ് കപ്പിലെ സെമിഫൈനൽ കളിച്ച മൊറോക്കോ ഇത്തവണ ക്വാർട്ടർ ഫൈനലാണ് പുറത്താകുന്നത്. എന്തായാലും ആഫ്രിക്കയിൽ നിന്ന് വന്ന് സ്ഥിരതയുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ടീമായ മൊറോക്കോ വരും ഭാവിയിൽ വേൾഡ് ഭൂപടത്തിലെ ഫുട്ബോൾ ഭൂപടത്തിലെ ഏറ്റവും പ്രധാന ശക്തികളായി മാറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും 15-ന് ഡാലസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സെമിഫൈനലിലെ ഒരു ടീമായി ഫ്രാൻസ് ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്.